ഹലോ ഗൈസ്, വെൽക്കം മാക് ടോക്ക്. നമ്മുടെ ചാനലിൻ്റെ പേരാണ് മാക് ടോക്ക്. അപ്പം നമ്മൾ ഇന്ന് തൊട്ടാണ് മാക് ടോക്ക്, ഇന്ന് തൊട്ടല്ല കേട്ടോ, നമ്മളൊരു ചാനലൊക്കെ തുടങ്ങിയിരുന്നു കുറേ ആയിട്ട്. നമ്മൾ വീഡിയോസ് ഒന്നും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടൊക്കെ നമുക്ക് വേണം. നമ്മൾ വലിയ സംഭവമൊന്നുമല്ല, നമുക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലാത്ത ഒരാളാണ്. ഉള്ള കാര്യം ഉള്ളതുപോലെ അങ്ങ് തുറന്ന് പറഞ്ഞിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാൻ എഴുതിയിട്ടാണ്. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ കണ്ടൻറ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് വരാൻ എഴുതിയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ ഒരു ദീപക് എന്ന് പറഞ്ഞ സഹോദരൻ ആത്മഹത്യ ഉണ്ടായിരുന്നു. വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്, ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒത്തിരി വിഷമമുണ്ട് അക്കാര്യത്തിലൊക്കെ. ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല, ഞാൻ തീർത്തു പറയുന്നു. ആത്മഹത്യ കൊണ്ട് നമുക്ക് പരിഹാരമല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ആ വ്യക്തി ആ സമയത്ത് ഏതവസ്ഥയിൽ കൂടെയാണ് കടന്നു പോകുന്നതെന്ന് പുറമേ എന്ന് കമൻറ്റ് പറയാൻ എല്ലാവർക്കും വളരെ എളുപ്പം. ഈ പറയുന്ന ഞാനാണേലും എല്ലാവർക്കാണെങ്കിലും കഴിയും. പക്ഷേ ആ ഒരു നിമിഷത്തെ അതിജീവിച്ചെടുക്കുക എന്നുള്ളത് ചിലപ്പം അയാൾക്ക് അസാധ്യമായതുകൊണ്ടായിരിക്കാം അയാൾ അത് ചെയ്യുന്നുണ്ടാവുക. ഓഫ് കോഴ്സ് അത് തന്നെയാണ് കാര്യം, അല്ലാണ്ട് വേറെ ഒന്നും അതിന് സാധ്യതയില്ല. ഓക്കെ, അപ്പം നമുക്ക് ബാക്ക് ടു ദ പോയിന്റ്. അത് കഴിഞ്ഞിട്ട് അന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖ്യധാരയിൽ നിൽക്കുന്ന പത്രങ്ങളൊന്നും ഇതിനെക്കുറിച്ച് ന്യൂസ് കൊടുക്കാനോ മറ്റൊന്നും തയ്യാറായില്ല. കുറച്ച് ലോക്കൽ ചാനൽസും മറ്റു കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലൊക്കെ കുറച്ചൊക്കെ ന്യൂസൊക്കെ ആയിട്ടാണ് വന്നത്. കാരണം എല്ലാവർക്കും പേടിയായിരുന്നു, സത്യം പറയുന്നത്. അതാണ് കറക്റ്റ് കാര്യം, പേടിയായിരുന്നു. എനിക്ക് തോന്നുന്നു അത് ഇൻസിഡന്റ് കഴിഞ്ഞു പിറ്റേ ദിവസം വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് 24 ഒക്കെ ആ ന്യൂസ് വന്ന് ഒരു മറ്റേ റൺലൈനിൽ കൂടെയൊക്കെ വിടാനൊക്കെ തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ന്യൂസൊക്കെ 24ഉം വലിയ വലിയ ന്യൂസ് ചാനലും മറ്റേ ഏഷ്യാനെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 24 വാച്ച് ചെയ്യുന്ന ഒരാളാണ്, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. 24 എനിക്ക് സത്യമുള്ള ന്യൂസ് ഒന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും എനിക്ക് ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ കാണുന്നു. അത് എൻ്റെ മാത്രം ഇഷ്ടം, ഞാൻ നിങ്ങളെ അതിന് ഫോഴ്സ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം അതിൻ്റെ അകത്ത് പിന്നെ പറയുന്നുണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷിംജിത എന്ന് പറഞ്ഞ സ്ത്രീ അവർ പറയുന്നു അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിച്ചു എന്ന് പറഞ്ഞ് സ്പർശിക്കുന്ന ഒരാൾ നിൽക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് നിന്നോണ്ടിരുന്നത്. അല്ല, അത് പേടിച്ചുകൊണ്ടതല്ല, വളരെ മുഖമൊക്കെ അങ്ങനെ പൊട്ടിയൊക്കെ ഇട്ട് എന്നൊക്കെ പറഞ്ഞ് തട്ടാനായിട്ട് നിന്ന് കൊടുക്കുന്ന, ക്യാമറ അതിനനുസരിച്ച് പോസ് ചെയ്യുന്ന, വളരെ ഭയങ്കരമായ ഒരു രീതിയിലൊക്കെയായിരുന്നു സംഭവങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. കോമഡിയാണ് സത്യം പറയുവാണെങ്കിൽ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ പറഞ്ഞാൽ. പക്ഷെ എന്നും പറയണ്ട, നമ്മൾ കേരളക്കാർ ചങ്ക് പിള്ളേരാണ്, എല്ലാവരും ആദ്യ വിദഗ്ധന്മാരായതുകൊണ്ട് അവരെ പൊളിച്ചടുക്കി 4 കീറി അവരെ അകത്തമിട്ട് നമ്മൾ സെറ്റായി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവർ വലിയ അതിജീവിതയാണെങ്കിൽ, അന്നും ഞാൻ ഈ സംഭവം കണ്ടപ്പോൾ ഞാൻ എൻ്റെ വൈഫിനോടൊക്കെ പറയേണ്ടായിരുന്നു, എന്തുകൊണ്ട് ഇവർ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയില്ല, പിങ്ക് പോലീസിൽ വിളിച്ചില്ല. സ്ത്രീകൾക്ക് വേണ്ടി നിയമങ്ങൾ വാരി 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 എതിരിയിരിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. എന്നാൽ ഗൾഫ് രാജ്യങ്ങളിൽ പോലും ഇത്രയ്ക്ക് സ്ത്രീ സംരക്ഷണ നിയമങ്ങളില്ല. അതുപോലെയാണ് നമ്മുടെ നാട്ടിൽ ഓരോ മിനിറ്റിലും ഈ 2 നിയമങ്ങൾ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു നിയമം പോലും ഇല്ല എന്നുള്ളത് തുറന്നു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. ഓരോ 4 മിനിറ്റ് കൂടുമ്പോൾ ഒരു പുരുഷൻ വെച്ച് ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പേ നേരത്തെ യുവിന്റെ കണക്ക് പ്രകാരം സ്ത്രീകളുടെ നിരക്കായിരുന്നു കൂടുതലുണ്ടായിരുന്നെങ്കിലും, പക്ഷേ ഇപ്പോൾ സ്ത്രീകളൊക്കെ ആദ്യ വിദഗ്ധകളായതുകൊണ്ട് അവർ സ്ത്രീപക്ഷ നിയമങ്ങളെ ബലമായി യൂസ് ചെയ്ത് വളരെയധികം വളച്ചൊടിച്ച് അതിന് കുറച്ച് നല്ല അടിപൊളി വക്കീലന്മാരുള്ളത് കൊണ്ട് സംഭവം കളറാണ്, ചതറിക്കൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ആവട്ടെ, അപ്പോൾ അതങ്ങനെ പോട്ടെ. അപ്പം നമ്മുടെ ഇത് കഴിഞ്ഞ് 24 ഒരു തമ്മിൽ എന്ന് പറഞ്ഞ പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അരെ അടിപൊളി. അതിന് നമ്മൾ ശ്രീകണ്ഠൻ നായരിനോട് വളരെയധികം ബഹുമാനമുണ്ട്. ഓക്കെ, നന്ദി നമോഭാഗം, അതവിടെ കേട്ടോ. അപ്പോൾ അടുത്ത കാര്യത്തിലൊക്കെ നമ്മൾ കിടക്കുന്ന സമയത്ത് അതിലൊരു മൂക്കേറിട്ട ചേച്ചി വന്നിട്ട് നമ്മുടെ രാഹുൽ ഈശ്വറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന്. എന്തായാലും ചോദ്യം, ഒരാൾ പബ്ലിക്കിലുണ്ടെങ്കിൽ നിങ്ങൾ അബ്യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് ഒരാളോട് ചോദിക്കുക. അപ്പോൾ പുള്ളി എടുത്ത് ചോദിച്ചാൽ പറയാം, അല്ല നിങ്ങൾ അബ്യൂസ് അങ്ങനെ ഇരയായിട്ടുണ്ടോ എന്നുള്ളത്. സത്യം പറയുകയാണെങ്കിൽ ഇവരുടെയൊക്കെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്നൊക്കെ കോമഡിയാണ്. കാരണം ഇവർക്കൊക്കെ ഒരു ലൈഫ് ഉണ്ടോ, ഇവർക്കൊക്കെ ഒരു കുടുംബം ഉണ്ടോ, ഇവർക്കൊക്കെ സമൂഹത്തിൽ എന്താണ് നില വില ഇതൊന്നും അറിയില്ല. കാരണം ഇവരെപ്പോഴുള്ള ഊളകളെയൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന ശ്രീകണ്ഠൻ നായർ സല്യൂട്ട്. ഓക്കെ, അപ്പൊ അതിന് വന്ന ഒരാളാണ് നമ്മുടെ ശ്രീലക്ഷ്മി അറക്കൽ. ആള് ഭയങ്കര പ്രശസ്തയാണ്, ടീച്ചറാണ്, സംഭവമാണ്, കൊലാപ്പാണ് എന്നും പറയണ്ട, ജക്കപ്പൊക്കെ അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ശ്രീലക്ഷ്മി അറക്കൽ കഴിഞ്ഞ ദിവസം വന്നിട്ട് നമ്മളൊരു വീഡിയോ ഒക്കെ കാണുകയുണ്ടായിരുന്നു. ശ്രീലക്ഷ്മി അറക്കൽ വന്ന് പൊട്ടി കരയാണ്, കണ്ണുനീരിങ്ങനെ ചറപറ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ അവർ വെടി എന്ന് വിളിക്കുന്നു. എന്താണ് വെടി? എനിക്കറിയത്തില്ല. വെടി എന്ന് തൃശ്ശൂർ പൂരത്തിൽ പൊട്ടിക്കുന്ന വെടിയാണോ അറിയില്ല, വിഷുവിന് പൊട്ടിക്കുന്ന വെടിയാണോ നമുക്കറിയത്തില്ല. എന്തായാലും വെടി എന്ന് വിളിച്ചു. എന്നെ നിങ്ങൾ അങ്ങനെ വിളിക്കരുത്, അതൊന്നും ശരിയല്ല എന്നൊരു വാക്ക് അവർ പ്രയോഗിക്കേണ്ടത്. അതെ, അതൊന്നും ശരിയല്ല. എന്തുകൊണ്ട്? നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നു, ഞാൻ പറഞ്ഞതെല്ലാം ശരിയാണോ? എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാവരും ശരിയാണോ? അറിയത്തില്ല. പക്ഷെ എന്നിരുന്നാലും വേണ്ടില്ല, ശ്രീലക്ഷ്മി അറക്കൽ ഒരുവർ സമ്മതിച്ചിരിക്കുന്നു, അങ്ങനെയൊന്നും പറയരുത്. അവർ കർമ്മ എന്ന് പറയുന്ന സംഭവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റാണ് ആ കാര്യങ്ങൾ. അവർക്ക് കിട്ടേണ്ടതാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്, അതിൽ യാതൊരു തടസ്സവും ഇല്ല.
പക്ഷെ എന്നിരുന്നാലും അവരെ ട്രോളുന്ന നമ്മുടെ ചില സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ട്രോളുകൾ കണ്ടിന്യൂ ചെയ്തോളൂ, അത് നിങ്ങളുടെ സന്തോഷത്തിന്റെ ഭാഗമാണ്. ഞാൻ വിചാരിച്ചത് മാറ്റേണ്ട ആവശ്യം എനിക്കില്ല, നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം, നോ വറി, നോ ടെൻഷൻ, നമ്മളതിന്റെ പുറകെ വരുത്തില്ല. പക്ഷെ എന്നിരുന്നാലും ഒരാളുടെ ഉള്ളിൽ തട്ടിയുള്ള സങ്കടങ്ങളെ നമ്മൾ വിറ്റ് കാശാക്കാതിരിക്കാൻ ശ്രമിക്കുക, ഞാനായാലും ആരായാലും. കാരണം അവരത് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് അവർക്ക് മാത്രമല്ല, പക്ഷെ അത് അവരെ ചോദിച്ച് മേടിച്ചതാണ്. കാരണം ഏതൊരു ഇമോഷനിൽ നിൽക്കുന്ന സാഹചര്യം, അത് എന്ത് എവിടെ എങ്ങനെ പറയണം എന്നതിനെ കുറിച്ച് വ്യക്തം. ഒരു ക്യാമറയും ഒരു കോലും ഒരു കോപ്പും ഉണ്ടെങ്കിൽ എന്തും വിളിച്ച് പറയാന്നുള്ള സ്ത്രീകളുടെ ഒരു ധാർഷ്ട്യ മനോഭാവത്തിന്റെ തിക്തഫലമാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന് നമുക്ക് യാതൊന്നും പറയാൻ പറ്റില്ല. അവർ അർഹിക്കുന്നു, ഷീ ഡിസേർവ് ഇറ്റ്, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവും, നമ്മൾ ആരാണ്, എന്താണ്, എങ്ങനെയാണ്. അതിനെക്കുറിച്ച് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഏതൊരു കാര്യത്തിലേക്ക് നമ്മൾ ആധികാരികമായിട്ട് ഇറങ്ങി സംസാരിക്കാൻ പാടുള്ളൂ എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാൻ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനിത് തുടക്കക്കാരനായതുകൊണ്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ എല്ലാം എങ്ങനെയൊക്കെ പറയണമെന്ന് എനിക്കറിയത്തില്ല. ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഓക്കെ, സൈനിങ് ഓഫ്.